എന്ത് കോടതി, ഏത് കോടതി, എവിടത്തെ കോടതി? ഇത് കേരള സർക്കാരിൻ്റെ ഒരു നയം ആയിട്ട് മാറുന്നു എന്നത് സംശയമാണ്. ഒരിക്കലും നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുന്നത് ഈ എക്സിക്യൂട്ടീവും ഈ പല നിയമവും ആ കോടതിയും നിയമ സംവിധാനവും എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ്. പക്ഷേ കോടതി പലപ്പോഴും സർക്കാരിനെ ഭരിക്കേണ്ട അവസ്ഥയാണ്. എക്സിക്യൂട്ടീവിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എക്സിക്യൂട്ടീവ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കോടതി പറയുന്നത് കേട്ട് ഭരിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു എക്സിക്യൂട്ടീവിനെ നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. കോടതിയെ ഭരണം ഏൽപ്പിച്ചാൽ മതി. കോടതി ഉദ്യോഗസ്ഥന്മാരെ വെച്ചും പോലീസുകാരെ വെച്ചും ഒക്കെ ആ ഭരണം നടത്തിക്കൊണ്ട് പോയിക്കോളും. കാരണം ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാരാണ് ഭരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥന്മാർ പറയുന്നതിനപ്പുറം ഒരടി പോലും ചലിക്കാൻ ഈ വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിമാർക്കും കഴിയുന്നില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിക്കായിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കായിരുന്നാലും ഒരു വകുപ്പ് മന്ത്രിമാർക്കും ഇപ്പോൾ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരായ സെക്രട്ടറിമാരായ IASകാർ പറയുന്ന അതിൻ്റെ അപ്പുറം മാറി ചലിക്കാനോ ജനകീയമായി എന്തെങ്കിലും ചെയ്യാനോ കഴിയുന്നില്ല. പോട്ടെ, അത് വേറൊരു കാര്യം. എന്തായാലും സജി ചെറിയാൻ്റെ കാര്യത്തിൽ കോടതി അലക്ഷ്യമാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്. ഒരു കോടതി അലക്ഷ്യം നടത്താൻ ഇത്രയധികം ഒരു വിമുഖതയും കാണിക്കാൻ നിൽക്കുന്ന ഒരു സർക്കാർ ഒരുപക്ഷെ വേറെ ഒരിടത്തുണ്ടാകുമെന്ന് അറിയുന്നില്ല. കോടതി അലക്ഷ്യം എന്താണ്? കോടതി അലക്ഷ്യം അതായത് ഈ സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം നടത്തിയെന്ന പേരിൽ കേസ് കോടതിയിൽ വന്നു. ബൈജു നോയൽ എന്ന് പറയുന്ന ആളാണ് പരാതിയുമായി പോയത്. അത് കേസ് എടുത്തപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടോ, ഈ മന്ത്രി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് പോലീസ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണം നടത്തി. ക്രൈംബ്രാഞ്ച് ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് കോടതി സമർപ്പിച്ചു. കോടതി റിപ്പോർട്ട് വാങ്ങിച്ചു നോക്കിയപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട്, ഒരു ബഡായി ഉടായിപ്പ് റിപ്പോർട്ടാണെന്ന് കോടതിക്ക് മനസ്സിലാകുന്നു. കോടതി ആ റിപ്പോർട്ടിനെടുത്ത് ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞു, ഇതല്ല റിപ്പോർട്ട്, ഇതിനകത്ത് സത്യസന്ധതയില്ല, ഇത് വിശ്വസിക്കാൻ പറ്റുന്നതല്ല, വിശ്വസനീയമല്ല ഈ റിപ്പോർട്ട്. അതുകൊണ്ട് വീണ്ടും ക്രൈംബ്രാഞ്ച് തന്നെ പുനരന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാക്കണം. നിങ്ങൾ ഇതുവരെ നടത്തിയിരിക്കുന്ന ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് പുതിയ ഒരു അന്വേഷണ സംഘം, പുതിയ സംഘം എന്നല്ല, പഴയ ക്രൈംബ്രാഞ്ച് തന്നെ, ആ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷണം, മറ്റാരെയും ഏൽപ്പിക്കരുത്, ഒരു തുടരന്വേഷണം തന്നെ നടത്തണമെന്ന്. പക്ഷെ തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഈ കോടതിയുടെ നിർദ്ദേശം വന്നതിന് ശേഷം ഒരാഴ്ചയിലധികമായി ഇതുവരെയും സംസ്ഥാന സർക്കാർ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കോടതി അലക്ഷ്യം നടത്താൻ ഇത്ര താല്പര്യമുള്ള, അതിലൊന്നും യാതൊരു വീഴ്ചയും കാണാത്തൊരു ഗവൺമെൻറ്. നാട്ടിലെ എന്ത് വിഷയമുണ്ടായാലും അതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോവുകയല്ലാതെ വിഷയത്തിൽ പെട്ടെന്ന് ഇടപെടുകയും പെട്ടെന്ന് ഇടപെട്ട് അതിൽ കൃത്യമായ ഒരു നിലപാടെടുക്കുകയും ആർജവത്തോടുകൂടി ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു നല്ല ഗവൺമെൻറ്റിനെ, ഒരു എഫിഷ്യൻറ്റ് ഗവൺമെൻറ്റിനെ, ഒരു സ്റ്റേബിൾ ആൻഡ് സ്റ്റേൺ ആൻഡ് ഗവൺമെൻറ്, ഒരു സ്റ്റേൺ ഗവൺമെൻറ് എന്ന് നമ്മൾ പറയാൻ പറ്റുന്നത്. ഈ ഗവൺമെൻറ്റിനെ ഒരു സ്റ്റേണായ ഒരു ഗവൺമെൻറ്റാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരു സ്റ്റേബിൾ ആയിരിക്കും, പക്ഷേ സ്റ്റേൺ അല്ല ഈ ഗവൺമെൻറ്. കാരണം ഒരു കാര്യം പോലും, മുനമ്പം വിഷയം പോലും എത്രയോ നേരത്തെ തീർക്കാവുന്നതായിരുന്നു, അല്ലെങ്കിൽ പരിഹരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇടപെട്ട് ചർച്ച നടത്താമായിരുന്നു. വിഷയം വലുതുമായി, ഒരുപാട് പേര് അതിൽ ഇടപെട്ടു, ഒരുപാട് പേര് അതിനെ ഉപയോഗിച്ചു. എന്നതിന് ശേഷമാണ് വളരെ ചെറിയ ഒരു ഇടപെടൽ മാത്രമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ആ ഇടപെടൽ പോലും ഇപ്പോൾ അവിടുത്തെ മുനമ്പം ആൾക്കാർ അംഗീകരിക്കാത്ത അവസ്ഥയിലാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ സജി ചെറിയാൻ്റെ വിഷയത്തിൽ ആ ഒരു പരാജയമാണ് ഗവൺമെൻറ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും പരാതിക്കാരനായ ബൈജു നോയൽ വീണ്ടും കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി കേസെടുക്കും. വീണ്ടും ഗവൺമെൻറ് വക്കീലന്മാരെ വിളിച്ചു നിർത്തി കാര്യങ്ങൾ ചോദിക്കും. എന്തുകൊണ്ട് നിങ്ങൾ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചില്ല? അതുകൊണ്ട് ഉടൻ തന്നെ ഇത്രാം ദിവസത്തിനകം ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് കോടതി അറിയിക്കണമെന്ന് പറയും. അപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനും ഉടനെ തന്നെ ഒരു സമിതിയെ ഉണ്ടാക്കാനും അവർക്ക് അന്വേഷണ സംഘത്തെ ഉണ്ടാക്കാനും അവർ കഴിയാത്തത് കൊണ്ടല്ലോ. പക്ഷേ അത് അങ്ങനെയാണ് ശീലം. കോടതി വീണ്ടും പിടിച്ചു നിർത്തുക, വീണ്ടും കോടതി വിമർശിക്കുക, അതിലും ഒരു നാണം തോന്നാതെ ആലുകുരുത്താൽ അതും തണലെന്ന് പറഞ്ഞിരിക്കുക. ഇതാണ് ഈ ഗവൺമെൻറ് രീതി, കുറേ കാലമായിട്ട് കണ്ടുവരുന്ന രീതി. ഇപ്പോൾ സജി ചെറിയാനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് ബോധപൂർവം, അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, മനഃപൂർവ്വം ഈ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ മനഃപൂർവ്വം വൈകിക്കുന്നതാണ്. സജി ചെറിയാനെ വെള്ളപൂശിയേ പറ്റൂ. കാരണം ഈ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ, രാഷ്ട്രീയ സദാചാരം എന്നത് ഒരിക്കൽ മാത്രം കാണിക്കാനുള്ളതാണ്, എപ്പോഴും കാണിക്കാനുള്ളതല്ല എന്നതാണ്.